അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദാമ്പത്യം ആനന്ദത്തിന് ഭാഗം 23. ഒരു സ്ത്രീയും പുരുഷനും പരസ്പരം യാതൊന്നും ഉരിയാടാതെ ഏതാനും സമയം ഒന്നിച്ചിരിക്കുന്നത് നിങ്ങൾ കാണാനിടയായാൽ ഒരു കാര്യം ഉറപ്പിക്കണം: അവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. ഒരു ഫ്രഞ്ച് സാഹിത്യകാരൻ്റെതാണ് ഈ വരി. ആശയവിനിമയ രാഹിത്യം ദാമ്പത്യത്തിലെ മുഖ്യ പ്രശ്നങ്ങളിൽ ഒന്നാണെന്ന് ഈ എഴുത്തുകാരൻ ഈ വരികൾക്കിടയിലൂടെ അനാവൃതമാക്കുന്നു. പരസ്പരം ഉള്ളു തുറന്ന് പങ്കാളിയുടെ ആശയും ആശങ്കകളും അഭിപ്രായങ്ങളും പങ്കുവച്ചാൽ തന്നെ ദാമ്പത്യത്തിലുള്ള നീറ്റലുകളും ഇല്ലാതാക്കാൻ കഴിയും. ഓരോരുത്തർക്കും ഓരോരോ കാഴ്ചപ്പാടും അഭിലാഷങ്ങളും ഉണ്ടാവും, ഇണക്ക് മറ്റൊന്നും. പക്ഷെ ഇവിടെയുള്ള ഈ മൗനം കാരണം ഉളവാകുന്ന പൊരുത്തക്കേടുകൾ ദാമ്പത്യ ബന്ധത്തിന്റെ മറ്റു സമ്പർക്ക തലങ്ങളെയും ബാധിക്കും. ദമ്പതികളിലെ ലൈംഗിക ജീവിതം സങ്കീർണമാകുന്നു. ദീർഘകാലം ശാരീരിക ബന്ധത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നു. ഇണക്കമില്ലാത്ത വ്യക്തികളുടെ വൈകാരിക അസ്വസ്ഥതകൾ കുടുംബത്തിലേക്കും പകരുന്നു. ഇത് സന്താനങ്ങളെയും ഗുരുതരമായി ബാധിക്കും. അങ്ങനെ അവർ വികല വ്യക്തിത്വത്തിന്റെ ഉടമകളായി മാറുന്നു. രാധാകൃഷ്ണനും രമണിയും ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അവരുടെ ദാമ്പത്യ വല്ലരിയിൽ 2 കുസുമങ്ങൾ പിറന്നു. മൂത്ത പെൺകുട്ടിയെ വിവാഹം ചെയ്തത് ഒരു കോൺട്രാക്ടറാണ്. സുഖമായി ജീവിക്കുന്നു. രണ്ടാമത്തേത് ആൺകുട്ടി രമേശ്. അവൻ എഞ്ചിനീയർ ബിരുദധാരിയാണ്. ഒരു ഉയർന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്നു. രാധാകൃഷ്ണനും രമണിയും ഏകമകന്റെ കല്യാണത്തെ സംബന്ധിച്ച് ആലോചന തുടങ്ങി. മകൻ നല്ല ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായതുകൊണ്ട് മകൻ നല്ലൊരു ഉയർന്ന ഉദ്യോഗമുള്ളവളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്നായിരുന്നു രാധാകൃഷ്ണന്റെ ആശയം. വല്ല കാരണവശാലും മകന് ജോലി നഷ്ടപ്പെടുകയോ സാധ്യമാകാതെ വരികയോ ചെയ്താൽ ഭാര്യ ഉദ്യോഗസ്ഥയാണെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൂടാതെ ജീവിക്കാമല്ലോ. അസുഖം ബാധിച്ച് 3 വർഷം എനിക്ക് ജോലി നഷ്ടമായതുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതിരുന്നത് രമണിയും ജോലിക്ക് പോയതുകൊണ്ടായിരുന്നില്ലേ? എന്നാൽ രമണി ഇതിന്റെ എതിർ ദിശയിലാണ് ചിന്തിച്ചത്. എന്റെ ജോലി കാരണം മക്കളെ ശരിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഭർത്താവിനെ ശുശ്രൂഷിക്കാനും സാധ്യമായില്ല. ആ പാവമായതുകൊണ്ട് എല്ലാം സഹിച്ചു. ക്ഷീണിച്ച് അവശയായി ഓഫീസിൽ നിന്നും വരുമ്പോൾ 100 കൂട്ടം കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഇതെല്ലാം കാണുമ്പോൾ പലപ്പോഴും ആരും അറിയാതെ കരഞ്ഞിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ കാര്യമായിരുന്നു ഏറെ കഷ്ടം. ഉയർന്ന കൂലി കൊടുത്ത് ആയയെ വെച്ചിട്ട് പോലും അവർക്ക് വേണ്ട പരിചരണം ലഭിച്ചില്ല. ഓഫീസിലായിരിക്കുമ്പോൾ എന്റെ സ്തനം പാല് വന്ന് വിങ്ങിയപ്പോൾ മാതൃസ്നേഹം കാരണം വിതുമ്പിയിട്ടുണ്ട് ഞാൻ. അതിനാൽ മകൻ ഉദ്യോഗസ്ഥ വേണ്ട, സൽസ്വഭാവിയായ ഒരു കുടുംബിനി മതി. ഈ പ്രശ്നത്തിൽ രാധാകൃഷ്ണനും രമണിയും തമ്മിൽ ഉടക്കായി. കാര്യം രണ്ടാളും പറഞ്ഞില്ല. 2 പേർക്കും എന്തോ ഒരു മൗനം. ഞാൻ പറയുന്നത് രമണി സമ്മതിക്കുന്നില്ലെന്ന് രാധാകൃഷ്ണൻ, ഞാൻ പറയുന്നത് ഭർത്താവ് ശ്രദ്ധിക്കുന്നില്ല എന്ന് രമണിയും. ഇതോടെ 2 പേരുടെയും നാവ് അനങ്ങാതെയായി. മകന്റെ വിവാഹപ്പന്തൽ സ്വപ്നം കണ്ടിരുന്ന ആ ദമ്പതികൾക്കിടയിൽ കനത്ത മൗനത്തിന്റെ ആവരണം വന്നു മുട്ടി. അസ്വസ്ഥമായ ദിവസങ്ങൾ അങ്ങനെ കൊഴിഞ്ഞുപോയി. അവസാനം രമണി തന്നെ തൊള്ള തുറക്കാൻ തീരുമാനിച്ചു. ഭർത്താവിനെ അനുനയിപ്പിക്കാൻ അവൾ ചില തന്ത്രങ്ങൾ മെനഞ്ഞു. കാര്യങ്ങൾ ഉള്ളു തുറന്നു പറയാൻ അവൾ തക്കം പാർത്തിരുന്നു. അന്നൊരു ഞായറാഴ്ച ദിവസം ഭക്ഷണം കഴിക്കുമ്പോഴാണ് സാധാരണ ആശയവിനിമയം നടത്താറുള്ളത്. അന്ന് നല്ല ഭക്ഷണമുണ്ടാക്കി അവൾ ഭർത്താവിന്റെ തളികയിൽ ഭക്ഷണം വിളമ്പുകയാണ്. അപ്പോൾ അവൾ വാചാലയായി. ഉദ്യോഗസ്ഥയായ തനിക്കുണ്ടായ അനുഭവങ്ങൾ അവൾ അക്കമിട്ട് ഭർത്താവിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു. കൂട്ടത്തിൽ ഓഫീസിലെ ഒരു പയ്യൻ തന്നെ കയറി പിടിച്ചതും അവനെ തല്ലി ഓടിച്ചതും, ഓഫീസ് മാനേജർ തന്റെ മാദകത്വം ഭംഗം വരുത്താൻ ശ്രമിച്ചതുമെല്ലാം പറഞ്ഞപ്പോൾ രാധാകൃഷ്ണൻ ഒന്ന് നെടുവീർപ്പിട്ടു. കാര്യമായി പ്രതികരിക്കാതെ ഭക്ഷണം കഴിച്ച് രാധാകൃഷ്ണൻ ഉച്ചയുറക്കത്തിന് പോയി. അദ്ദേഹം ഏറെ നേരം ചിന്തിച്ചു. ഒരു സാമ്പത്തിക നേട്ടം മാത്രമാണോ ദാമ്പത്യം? കുടുംബം എന്ന കടുത്ത യാഥാർത്ഥ്യം അപ്പുറത്തില്ലേ? ശരിയാണ്. പലപ്പോഴും അവളുടെ ഈ ജോലിക്ക് പോക്കിൽ തന്നെ എനിക്ക് അതൃപ്തി തോന്നിയിട്ടുണ്ട്. മാതാവില്ലാതെ വളരുന്ന എന്റെ കുട്ടികളെ സംബന്ധിച്ച് ഞാൻ ആശങ്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പുറമെ ഉദ്യോഗസ്ഥ സുന്ദരിയാണെങ്കിൽ സഹപ്രവർത്തകരുടെ പീഡനങ്ങൾക്കും അപവാദ പ്രചരണങ്ങൾക്കും വിധേയമായേക്കും. എല്ലാം കൂടി ആശയക്കുഴപ്പം. രാധാകൃഷ്ണന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അന്നു രാത്രി രാധാകൃഷ്ണൻ തന്റെ ആശയത്തിൽ നിന്ന് പിന്മാറിയതായി പ്രിയതമയെ അറിയിച്ചു. അങ്ങനെ മകന്റെ വധു പ്രശ്നം രമ്യമായി പരിഹരിക്കപ്പെട്ടു. മൗനത്തിന്റെ കനത്ത ഭീതി തീർക്കുന്നത് പലപ്പോഴും തെറ്റിദ്ധാരണയായിരിക്കും. ചിലപ്പോൾ മേൽപ്പറഞ്ഞ ദമ്പതിമാരെ പോലെ ശരിധാരണയുമായിരിക്കും.
അവയെല്ലാം ഉള്ളു തുറന്ന് സംസാരിച്ചാൽ മുള്ളിനും ഇലക്കും കേടുകൂടാതെ പരിഹരിക്കാനാവും. ഒരു സംസാരമായിരിക്കും ചിലപ്പോൾ ഈ മൗനത്തിന്റെ ഭിത്തി തകർക്കുന്നത്. ആ ദമ്പതികൾ മനസ്സിൽ അടിഞ്ഞുകൂടിയ സംഘർഷം ലഘൂകരിക്കാനാണ് വൈകുന്നേര സവാരിക്കിറങ്ങിയത്. അവരുടെ മനസ്സിൽ പിണക്കത്തിന്റെ കനലെരിയുന്നുണ്ട്. ആ കടൽക്കരയിലൂടെ ഏറെ നടന്നപ്പോൾ ഭാര്യ പറഞ്ഞു, എത്ര നേരമായി ഇങ്ങനെ നടക്കുന്നു, എന്റെ കാല് കുഴഞ്ഞു, എവിടെയെങ്കിലും നമുക്കൊന്നിരിക്കാം. ശരി, ഇരിക്കാം എന്ന് പറഞ്ഞ് അവർ ഒഴിഞ്ഞൊരു ഭാഗത്ത് കടലിന് അഭിമുഖമായിരുന്നു. മൗനത്തിന്റെ കനത്ത ഭിത്തി അപ്പോഴും അവർക്കിടയിൽ ഉണ്ടായിരുന്നു. സൂര്യൻ ഭൂമിയിൽ നിന്നും മറയാൻ ഓടിക്കൊണ്ടിരുന്നു. അയാൾ കരുതി അവൾ എന്തെങ്കിലും പറയുമെന്ന്. അവളാകട്ടെ അയാള് പറഞ്ഞു തുടങ്ങാൻ വേണ്ടി കാത്തിരുന്നു. ഒടുവിൽ സഹിക്കട്ട അദ്ദേഹം ഉറക്കെ ഒരു ആത്മഗതം ചെയ്തു. കണ്ടോ, ഈ കടലിലെ വെള്ളം പോലെ എന്റെ മനസ്സും കലങ്ങിയിരിക്കുന്നു. പറഞ്ഞു തീരാൻ കാത്തിരിക്കുന്നത് പോലെ നേർത്ത ശബ്ദത്തിൽ അവൾ പറഞ്ഞു, എന്റെ കൂടെ കൂടിയിട്ടാണ് മനസ്സ് കലങ്ങിയത് എന്ന്. ഇതോടെ എല്ലാം തുറന്ന് സംസാരിക്കാമെന്ന അയാളുടെ ആഗ്രഹവും കെട്ടുപോയി. ഇങ്ങനെയൊരു പ്രതികരണം അവളിൽ നിന്ന് അയാൾ പ്രതീക്ഷിച്ചതല്ല. വീണ്ടും മൗനത്തിന്റെ കനത്ത് ഭിത്തി ഉയർന്നു. സൂര്യൻ അസ്തമിച്ചു, ഇരുട്ട് കയറി തുടങ്ങി. മൗനിയായ അദ്ദേഹം അവിടെ നിന്നും എഴുന്നേറ്റു. അവളും എഴുന്നേറ്റു, വീട്ടിൽ തിരിച്ചെത്തി. വീണ്ടും കനത്ത മൗനം. ഈ കലക്കൊക്കെ നമുക്ക് രണ്ടുപേർക്കും കൂടി തെളിയിച്ചെടുക്കാം. അതിനെന്താണ് ഞാൻ വേണ്ടത്? പറയൂ എന്ന് ആ സഹോദരി പ്രതികരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ കടൽ വെള്ളത്തിൽ അവരുടെ പിണക്കവും സംഘർഷവും ഒലിച്ചുപോയേനെ. പക്ഷെ ഇങ്ങനെയൊരു പ്രതികരണം കൊണ്ട് ആ മനസ്സ് കൂടുതൽ കലങ്ങിപ്പോയി. തെറ്റിദ്ധാരണയുടെയും മറ്റും പേരിലുണ്ടാകുന്ന സംഘർഷങ്ങൾ അലിയിച്ചു കളയാനുള്ള ഒറ്റമൂലി ആശയവിനിമയം തന്നെയാണ്. ഞാൻ ഭാര്യയല്ലേ, അയാളെല്ലാം മനസ്സിലാക്കണ്ടേ? ഞാൻ ഭർത്താവല്ലേ, പറയാതെ തന്നെ അവൾക്ക് അറിഞ്ഞുകൂടെ? ഇതാണ് പൊതുവെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഭാവം. ഇതാണ് ദാമ്പത്യത്തിന്റെ അടിത്തറ ഇളക്കുന്ന ധാരണ. പലപ്പോഴും ഭർത്താവിന്റെ മനസ്സിന്റെ അന്തർഭാഗത്തെ ആശയാഭിലാഷങ്ങൾക്ക് ഭാര്യയ്ക്ക് കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. അതുപോലെ ഭാര്യയുടേത് ഭർത്താവിനും കഴിയില്ല. എങ്കിൽ അതൊന്ന് തുറന്നു പറഞ്ഞുകൂടെ? പക്ഷേ ഓരോരുത്തരുടെ അപക്വമായ വ്യക്തിത്വം ഇതിന് അനുവദിക്കുന്നില്ല. ആശയങ്ങൾ, അഭിലാഷങ്ങൾ, അഭിപ്രായങ്ങൾ ലളിതമായി ഇണക്ക് അലോസരവും അസന്തുഷ്ടിയും സൃഷ്ടിക്കാനാവാത്ത വിധം പരസ്പരം കൈമാറിയാൽ ദാമ്പത്യത്തിലെ നിരവധി പ്രശ്നങ്ങൾക്ക് അത് പരിഹാരമാകും. അങ്ങനെ ആശയവിനിമയത്തിനുള്ള അന്തരീക്ഷം ബോധപൂർവം സൃഷ്ടിച്ചെടുക്കണം. ആശയവിനിമയത്തെക്കാൾ മികച്ചൊരു ദാമ്പത്യ പെരുമാറ്റമില്ല എന്നാണ് വിദഗ്ധ മതം. അതായത് ദാമ്പത്യത്തിന്റെ സുഖകരവും സുസജ്ജവുമായ പ്രയാണത്തിന് ആശയവിനിമയ വൈഭവമാണ് ഊർജവും ഉശിരും പകരുന്നത്. ഇന്നലെ വരെ നമ്മുടെ ജീവിതശൈലിയിൽ ഭർത്താവാണ് ജോലി തേടേണ്ടതും കുടുംബം പുലർത്തേണ്ടതും. പക്ഷെ ഇന്നത്തെ മാറിയ സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥകളായ ഭാര്യമാരും ഭർത്താവിന്റെ സാമ്പത്തിക ഉത്തരവാദിത്വത്തിൽ പങ്കാളികൾ ആവാറുണ്ട്. എന്നാൽ ഉദ്യോഗസ്ഥകളായ ഭാര്യമാരുടെ ഉയർന്ന സ്റ്റാറ്റസ് കുടുംബത്തിന്റെ ഘടനയെ തന്നെ മാറ്റിമറിക്കുന്നുണ്ട് എന്ന് ന്യൂയോർക്കിലെ കരോളിൻ ബേഡ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാറ്റം സാമ്പത്തികമായ അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് അവരെ കൊണ്ടെത്തിക്കുകയും ചെയ്യുമത്ര. ചില ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന വേതനം സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുകയും സ്വന്തം ബാങ്ക് ബാലൻസ് ഉയർത്താൻ മാത്രം വിനിയോഗിക്കുകയും ചെയ്യുന്നവരാണ്. ഭർത്താവിന് സാമ്പത്തിക വിഷമമുണ്ടെങ്കിൽ പോലും അവർക്ക് നൽകാൻ സന്നദ്ധത കാട്ടാറില്ല. ഭാര്യയ്ക്ക് സ്വന്തമായി യഥേഷ്ടം ഉപയോഗിക്കാൻ സമ്പത്തുണ്ടാകുമ്പോൾ സാമ്പത്തിക തലത്തിലുള്ള ആശ്രയത്വം നഷ്ടപ്പെടുന്നു എന്നത് ഗൗരവപരമായ ഒരു പ്രശ്നമാണ്. ഭർത്താവ് തന്നെ കൈയൊഴിഞ്ഞാലും സമ്പത്ത് എന്നെ രക്ഷിക്കുമെന്ന വിശ്വാസം ഭാര്യമാർക്കുണ്ടാകേണ്ട വിധേയത്വത്തിന് അനൽപമായ കളങ്കമേൽപ്പിക്കും. ഇത് ദാമ്പത്യത്തിൽ സംഘർഷം സൃഷ്ടിക്കാനിടയുണ്ട്. ഇതിനേക്കാൾ വലിയ ദാമ്പത്യ പൊട്ടിത്തെറി സൃഷ്ടിക്കുന്നതിൽ ദാരിദ്ര്യത്തിന് മുഖ്യ പങ്കുണ്ട്. ദാമ്പത്യത്തിലെ കലഹങ്ങളുടെ മറ്റൊരു ഉത്ഭവസ്ഥാനം ദാരിദ്ര്യമാണ് എന്ന് കണ്ടെത്താനാകുന്നതാണ്. പണം എങ്ങനെ സ്വരൂപിക്കണം, എങ്ങനെ ചെലവഴിക്കണം, ഏതെല്ലാം ആവശ്യങ്ങൾക്ക് ചെലവഴിക്കണം, ഏതിനു മുൻതൂക്കം നൽകണം, ഇത് സംബന്ധിച്ചുള്ള കലഹങ്ങൾ പലപ്പോഴും പൊട്ടിത്തെറിയിൽ കലാശിക്കാറുണ്ട്. ഭർത്താവ് മാത്രം കുടുംബത്തിന്റെ സാമ്പത്തിക സ്രോതസ്സാകുമ്പോൾ ഭാര്യമാർ അവരുടെ വരുമാനം നോക്കി ചെലവ് ചെയ്യേണ്ടി വരുന്നു. ഇവിടെ പലപ്പോഴും സ്വന്തം താൽപര്യവും അഭിമാനവും ത്യജിക്കേണ്ടതായും വരും.
മറിച്ച് തന്റെ ഇംഗിതമനുസരിച്ച് വസ്ത്രവും മറ്റും വാങ്ങാൻ നിർബന്ധം പിടിക്കുന്ന ഭാര്യയെ ഭർത്താവിന് പൊരുത്തപ്പെട്ടു പോകാൻ സാധ്യമാകാതെ വന്നേക്കാം. സാധാരണ പുരുഷന്മാർക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തിടമാണ് വസ്ത്രക്കട, സ്വർണ്ണക്കട തുടങ്ങിയ സ്ത്രീകളുടെ മാത്രമായ ഷോപ്പിംഗ് സെന്ററുകൾ. സ്ത്രീകൾ പലരും ഇത്തരം കടയിൽ കയറിയാൽ ആവശ്യമില്ലാതെ കണക്കില്ലാതെ ഉടയാടകളും സാധന സാമഗ്രികളും വാങ്ങാറുണ്ട്. കടകളിൽ കയറിയാൽ അളവില്ലാത്ത സ്വത്തിന്റെ ഉടമയാണ് തങ്ങളെന്ന വിചാരം ഒരു താൽക്കാലിക വിഭ്രാന്തി പോലെ ചില സ്ത്രീകളിൽ ഷോപ്പിംഗ് സമയത്ത് കാണാറുണ്ട്. സ്വന്തം സാമ്പത്തിക പരിമിതികളെക്കുറിച്ച് ബോധമുള്ള ഭർത്താക്കന്മാർ ഇത്തരം ഇണകളുമായി ഷോപ്പിംഗ് മാളുകളുടെ മുന്നിലൂടെ നടക്കാൻ ധൈര്യം കാണിക്കാറില്ല എന്നതാണ് സത്യം. ഭർത്താവിന്റെ ദാരിദ്ര്യവും സാമ്പത്തിക ഞെരുക്കവും മനസ്സിലാക്കാത്ത ഭാര്യമാർ ആചാരങ്ങൾക്കും ഉപചാരങ്ങൾക്കും വേണ്ടി താങ്ങാനാവാത്ത സാമ്പത്തിക ഭാരം ഭർത്താവിന്റെ തലയിൽ വെച്ചുകൊടുത്തവർ ഇത് തങ്ങളുടെ ദാമ്പത്യത്തിൽ വൻ പൊട്ടിത്തകർച്ചകൾക്ക് കാരണമാകുമെന്ന് ആലോചിക്കാറേയില്ല. ഭാര്യയുടെ ഇംഗിതത്തിന് വഴങ്ങി ബ്ലേഡ് കമ്പനിയിൽ നിന്നും കടം വാങ്ങി കഴുത്തിൽ കുരുക്ക് വീഴുമ്പോഴാണ് കണ്ണു തുറക്കുക. കൂട്ട ആത്മഹത്യക്കും കൂട്ടക്കുരുതിക്കും കാരണമായി തീരുന്നത് ഇത്തരം സംഭവങ്ങളാണ് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇതിനും ഏക പരിഹാരം ഭർത്താവിനും ഭാര്യയ്ക്കും പരസ്പരം സഹകരിച്ച് സാമ്പത്തിക വരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവുക എന്നത് മാത്രമാണ്.